KM മാണിക്കെതിരായ ബാർ കോഴക്കേസ് വീണ്ടും അന്വേഷിക്കണമെന്ന് വിജിലൻസ് പ്രത്യേക കോടതി. ഉത്തരവ് SP R സുകേശന്റെ ഹർജിയിൽ ADGP ശങ്കർ റെഡ്ഡി കേസ് അട്ടിമറിച്ചെന്ന് സുകേശൻ. തെറ്റായി ഇടപെട്ടിട്ടില്ലെന്ന് ശങ്കർ റെഡ്ഡി. വിധി കോൺഗ്രസും ലീഗും സ്വാഗതം ചെയ്തു. രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് KM മാണി. അന്വേഷണത്തിന് പുതിയ സംഘം. കൊച്ചിയിലെ ചെമ്മീൻ ഫാക്ടറിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ 26 പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് സ്ഥിരീകരണം. പ്രായം വ്യക്തമാക്കുന്ന വൈദ്യപരിശോധനാ റിപ്പോർട്ട് മീഡിയ വണ്ണിന്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തിയത് ഇതര സംസ്ഥാനക്കാരായ 45 പെൺകുട്ടികളെ. എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലെ തലവരിപ്പണം അഴിമതിയായി കണക്കാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വാശ്രയ കേസിൽ ആവശ്യമെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കും. പകുതി സീറ്റ് സർക്കാരിന് വിട്ടുകൊടുക്കുന്നതിൽ സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷനിൽ ഭിന്നത. തീരുമാനം നാളെ. സംസ്ഥാനത്തെ തെരുവുനായ പ്രശ്നം പരിഹരിക്കാൻ നിയമനിർമ്മാണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെരുവുനായകളെ കൊല്ലാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ വിശദീകരണം കോടതിയലക്ഷ്യം ചൂണ്ടിക്കാട്ടി പ്രശാന്ത് ഭൂഷൺ അയച്ച കത്തിനുള്ള മറുപടി. ബാർ കോഴക്കേസിൽ തുടരന്വേഷണം നടത്താൻ തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന SP സുകേശന്റെ ഹർജിയിലാണ് തീരുമാനം. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ പുറത്തുകൊണ്ടുവരണമെന്ന് കോടതി പറഞ്ഞു. വിജിലൻസ് ഡയറക്ടറായിരുന്ന ADGP ശങ്കർ റെഡ്ഡി കേസ് അട്ടിമറിച്ചുവെന്ന ഗുരുതര ആരോപണം R സുകേശൻ കോടതിയിൽ ഉന്നയിച്ചു. ബാർക്കോഴക്കേസിൽ സമാനതകളില്ലാത്ത നടപടികളാണ് കോടതിയിൽ അരങ്ങേറിയത്. ADGP ശങ്കർ റെഡ്ഡിക്കെതിരെ ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കുന്ന ആരോപണം സുകേശൻ ഹർജിയിലൂടെ കോടതിയെ അറിയിച്ചു. KM മാണിക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കണമെന്ന റിപ്പോർട്ട് ശങ്കർ റെഡ്ഡി അട്ടിമറിച്ചു എന്നതാണ് പ്രധാന ആക്ഷേപം. മുൻ വിജിലൻസ് ഡയറക്ടർ കേസ് ഡയറിയിൽ കൃത്രിമം കാട്ടിയെന്നും മാണിക്കെതിരായ തെളിവുകൾ തിരസ്കരിക്കാൻ നിർബന്ധിച്ചെന്നും അറിയിച്ചു. ഈ സാഹചര്യത്തിൽ മാണിയെ കുറ്റവിമുക്തനാക്കി സമർപ്പിച്ച തുടരന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്ന ആവശ്യമായിരുന്നു സുകേശൻ ഉന്നയിച്ചത്. കോടതി കേസ് പരിഗണിച്ചയുടൻ തന്നെ സുകേശന്റെ ഹർജി അംഗീകരിച്ച് ബാർക്കോഴക്കേസിൽ രണ്ടാമതും തുടരന്വേഷണം നടത്താൻ ഉത്തരവിട്ടു. കേസ് കൂടുതൽ അന്വേഷിക്കണമെന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അവകാശം അംഗീകരിക്കുന്നുവെന്ന പരാമർശം നടത്തിയാണ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. പക്ഷേ നിലവിലെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ മേധാവിയായ ശങ്കർ റെഡ്ഡിക്കെതിരെ സുകേശൻ ഉന്നയിച്ച ആരോപണത്തെക്കുറിച്ച് കോടതി പരാമർശങ്ങളൊന്നും നടത്തിയില്ല. റഹീസ് റഷീദ്, മീഡിയ വൺ, തിരുവനന്തപുരം. ബാർ കോഴക്കേസിൽ തുടരന്വേഷണത്തിലുള്ള കോടതി ഉത്തരവ് KM മാണിക്കും കേരള കോൺഗ്രസിനും രാഷ്ട്രീയമായി വൻ തിരിച്ചടിയാണ്. ഇടതുമുന്നണി പ്രവേശത്തിന് സാധ്യതകൾ തേടുന്ന മാണിക്ക് ഇനി കാര്യങ്ങൾ എളുപ്പമാകില്ല. മുൻ വിജിലൻസ് ഡയറക്ടർ അന്വേഷണം അട്ടിമറിച്ചെന്ന R സുകേശന്റെ വെളിപ്പെടുത്തൽ UDF-നും ക്ഷീണമുണ്ടാക്കും. ബാർ കോഴക്കേസിൽ നേരത്തെ ഉണ്ടായ കോടതി വിധികളിൽ നിന്നും വ്യത്യസ്തമായ സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. UDF-ലെ പ്രബല ഘടകകക്ഷിയായിരുന്ന കേരള കോൺഗ്രസ് ഇന്ന് മുന്നണി വിട്ടിരിക്കുന്നു. ഇടതുപക്ഷവുമായുള്ള ചർച്ചകളും സജീവം. ബാർക്കോഴയിൽ മാണി കൂടുതൽ പ്രതിരോധത്തിലായിരിക്കെ ഇടതുമുന്നണി പ്രവേശം എളുപ്പമാകില്ല. VS-ന്റെയും CPI-യുടെയും നിലപാടുകൾ ഇതിന്റെ സൂചനയാണ് നൽകുന്നത്. അഴിമതിക്കാരുമായി ഒരു സന്ധിക്കാൻ, അവരെ സഹായിക്കാൻ അതിനുള്ള യാതൊരു നടപടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല. മാണിയുമായി സഹകരണ സാധ്യതകൾ തേടുന്ന CPM-നും നീക്കത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരും. മാണിയെ പൂർണ്ണമായി കൈയൊഴിയുന്ന സാഹചര്യം UDF നേതാക്കളുടെ ഭാഗത്ത് ഉണ്ടാകില്ലെങ്കിലും പൂർണ്ണ പിന്തുണ ലഭിക്കില്ല. മാത്രമല്ല മാണിക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കണമെന്ന അഭിപ്രായമുള്ളവർ കോൺഗ്രസിനകത്തുണ്ട്. അവർക്ക് അനുകൂലമാണ് ഇപ്പോഴത്തെ സാഹചര്യം. കളങ്കിതനാകുന്ന മാണിയുമായി രാഷ്ട്രീയ സഹകരണത്തിന് BJP-ക്കും പരിമിതികളുണ്ടാകും. മുഹമ്മദ് അസ്ലം, മീഡിയ വൺ, തിരുവനന്തപുരം. കേരള കോൺഗ്രസ് M നേതാവ് ശ്രീ സജി മഞ്ഞക്കടമ്പൻ കോട്ടയം സ്റ്റുഡിയോയിലുണ്ട്. മാധ്യമപ്രവർത്തകനായ ശ്രീ ജേക്കബ് ജോർജ് തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ. KPCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ N സുബ്രഹ്മണ്യം എനിക്കൊപ്പം ഹെഡ് ഓഫീസിൽ. മുഹമ്മദ് റിയാസ് CPM നേതാവ് കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കുചേരുന്നു. മറ്റുള്ളവരെ ഞങ്ങൾ ടെലിഫോണിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം ശ്രീ സജി മഞ്ഞക്കടമ്പൻ, നിങ്ങൾക്ക് സ്വാധീനമില്ലാത്തൊരു സർക്കാരാണ്. നിങ്ങളാൽ ഉപദ്രവിക്കപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ജേക്കബ് തോമസ് ആണെങ്കിലും R സുകേശനാണെങ്കിലും അപ്പുറത്ത് നിൽക്കുന്നത്. നിങ്ങളാണെങ്കിൽ ഒരു മുന്നണിയിലുമില്ലാതെ ദുർബലരായി നിൽക്കുകയുമാണ്. ഈ തുടരന്വേഷണത്തിൽ KM മാണി കുടുങ്ങും എന്ന ആശങ്കയുണ്ടോ? എന്തു ചെയ്യും? ഞങ്ങൾക്ക് യാതൊരു ആശങ്കയും ഇല്ല. കാരണം ബഹുമാനപ്പെട്ട കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ മാണി സാർ തന്നെ പറഞ്ഞു, അന്വേഷണം 101 തവണ നടക്കട്ടെ, ഞങ്ങൾക്ക് ആശങ്കയില്ല, ഞങ്ങൾക്ക് ഭയപ്പാടില്ല. അത് തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പോഴും പറയുവാനുള്ളത്. നമുക്കറിയാം, കേരള കോൺഗ്രസ് പാർട്ടി ഞങ്ങൾ യൂത്ത് ഫണ്ടൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഈ ബാർക്കോഴ വിവാദം സൃഷ്ടിച്ചത്, ഇതിന്റെ പിന്നിലെ തിരക്കഥ തയ്യാറാക്കിയത് SP സുകേശനും അതുപോലെ തന്നെ ബിജു രമേശും അടൂർ പ്രകാശ് എന്ന് പറഞ്ഞ ബാർ ഉടമയും ആയിരുന്നു എന്ന് യൂത്ത് ഫണ്ട് നേരത്തെ തന്നെ പരാതി രൂപേണ പറഞ്ഞിരുന്നു, പത്രസമ്മേളനങ്ങളിൽ ആരോപിച്ചിരുന്നു. അതിന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നത്, ബിജു രമേശ് കുറെ പണം കൊടുത്തപ്പോൾ സുകേശൻ അന്ന് മാണിസാറിനെതിരെ ഒരു വ്യാജ കേസുണ്ടാക്കി കുറെ പേരെ മൊഴി വാങ്ങിച്ച് കേസെടുത്തു. അതിനുശേഷം അദ്ദേഹത്തിന്റെ അന്വേഷണം വഴിവിട്ടു പോകുന്നു, മാണിസാറിനെ ബോധപൂർവ്വം പ്രതിയാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ബോധ്യപ്പെട്ടപ്പോൾ മേലുദ്യോഗസ്ഥർ ആ കേസിൽ ഇടപെട്ടു എന്നുള്ളതൊക്കെ സത്യമായിരിക്കാം.
അല്ലാതെ മാണി സാറിനെ ബോധപൂർവ്വം പ്രതിയാക്കുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥർ ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? അതേ സുകേശൻ തന്നെ വീണ്ടും അദ്ദേഹം ബിജു രമേശിന്റെയോ അല്ലെങ്കിൽ മറ്റാരുടെയോ പ്രേരണയ്ക്ക് വഴങ്ങി അല്ലെങ്കിൽ അല്പം കൂടി പണം ലഭിച്ചപ്പോൾ ഇതാ മാണി സാറിനെതിരെ വീണ്ടും ഒരു പരാതി കോടതിയിൽ കൊടുത്തിരിക്കുന്നു. സ്വാഭാവികമായി ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥൻ സുകേശിന്റെ മേലുദ്യോഗസ്ഥൻ അദ്ദേഹത്തെ കേസുമായി ബന്ധപ്പെട്ട തടസ്സം സൃഷ്ടിച്ചെങ്കിൽ എന്തുകൊണ്ട് ഇത്രയ്ക്ക് ആദർശശാലിയായിരുന്ന ആ സുകേശൻ അന്ന് കോടതിയിൽ പോയില്ല? അല്ലെങ്കിൽ അന്ന് അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥർക്ക് പരാതി കൊടുത്തില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ടന്ന് അദ്ദേഹം പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞില്ല? അന്നൊന്നും പറയാതെ നിങ്ങൾ ഓർക്കണം, ഇന്ന് മാണി സാറിന്റെ കേസ് കഴിഞ്ഞ 2 അവധി മാറ്റിവെച്ചു. ആ ദിവസങ്ങളിലൊന്നും സുകേഷിന് പരാതിയില്ല. ഇപ്പോൾ ഈ വരുന്ന മാസം 5-ാം തീയതി മാണി സാറിന്റെ കേസ് കോടതി പരിഗണിക്കാനിരിക്കെ, അല്ലെങ്കിൽ ആ കേസിന് വലിയ കഴമ്പില്ല എന്ന് നിജസ്ഥിതി കോടതിക്ക് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ വളരെ ബോധപൂർവം ആസൂത്രിതമായിട്ടാണ് ഇന്നലെ മിനിങ്ങാന്ന് കേസ് കൊടുക്കുന്നു. ഓർക്കണം, എത്ര വിചിത്രമാണ്. മിനിങ്ങാന്ന് സുകേശൻ കേസ് കൊടുക്കുന്നു കോടതിയിൽ. ഇന്നലെ അതിന്റെ ഓർഡർ വരുന്നു. ഇന്ന് അതിനെ സംബന്ധിച്ച് കോടതി അതിന്റെ പരാമർശം നടത്തുന്നതിന് അരമണിക്കൂർ മുമ്പ് തന്നെ കോടതി ഈ വിഷയങ്ങളൊക്കെ ചാനലുകൾ വരുന്നു. ഇതെങ്ങനെ വന്നു? ഇതിനകത്ത് വ്യക്തമായ ഗൂഢാലോചനയുണ്ട്. ഞങ്ങൾ അന്ന് പറഞ്ഞതുപോലെ ഇന്നും പറയുന്നു. ബിജു രമേശും അല്ലെങ്കിൽ ഈ സുകേശനും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഗൂഢാലോചനയാണ് ഇപ്പോൾ വീണ്ടും ഈ ബാർക്കോഴ വിവാദം വീണ്ടും കൊഴിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കോടതി ഈ മാണി സാറിന്റെ എതിരെയുള്ള കേസ് അവസാനിക്കരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് മിസ്റ്റർ സുകേശൻ ഇന്ന് ഇവിടെ ഒരു പരാതി കൊടുത്തിരിക്കുന്നത്. ഞാൻ തിരിച്ചു വരാം സജി മഞ്ഞക്കടമ്പൻ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഗൂഢാലോചന, രാഷ്ട്രീയ കളി എന്നൊക്കെ ആരോപിക്കുന്നുണ്ടെങ്കിലും ശ്രീ ജേക്കബ് ജോർജ് അതീവ ഗൗരവതരമാണ് ഈ കാര്യങ്ങൾ എന്ന കാര്യത്തിൽ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും രണ്ടഭിപ്രായം ഉണ്ടാകാനിടയില്ലല്ലോ. എന്തുകൊണ്ടെന്നാൽ മേലുദ്യോഗസ്ഥനെതിരെ അടക്കം ഗുരുതരമായ ആരോപണങ്ങളുമായാണ് സുകേശൻ രംഗത്ത് വരുന്നത്. സർക്കാരിന്റെ അനുവാദമില്ലാതെ ഒരു ഉദ്യോഗസ്ഥൻ ഈ നിലക്ക് കേസുമായി പോവുക എന്നത് സംഭവ്യമല്ല എന്ന തോന്നൽ നമുക്കുണ്ട്. ആ അർത്ഥത്തിൽ ഇപ്പോൾ KM മാണിയാണെങ്കിൽ മുന്നണിയിലില്ലാതെ എല്ലാ കാര്യങ്ങളിലും കുഴമറച്ചിലായി നിൽക്കുകയുമാണ്. ഏത് നിലക്ക് ഗൗരവതരമായി അദ്ദേഹത്തെ ബാധിക്കുന്ന സംഭവ വികാസങ്ങളാണിത്? പൊതുവിൽ കേരള രാഷ്ട്രീയത്തെ എങ്ങനെ ചലനാത്മകമാക്കുന്നതാണിത്? അല്ല, കേരള രാഷ്ട്രീയത്തിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമാണിത്. തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല, UDFിലും കേരള കോൺഗ്രസിനകത്തും ഒക്കെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോരുന്നതാണ് ഇന്നത്തെ കോടതി നടപടികൾ, സുകേശിൻ്റെ പരാതി, സുകേശിൻ്റെ പെറ്റീഷൻ എല്ലാം. പക്ഷേ അത് സുകേശൻ മുൻ വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡിക്കെതിരെ നടത്തിയ പരാമർശം, എതിരെ കൊടുത്തിരിക്കുന്ന പരാതി, തീർച്ചയായിട്ടും അത് പോലീസിൻ്റെ അകത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം മുൻ ഡയറക്ടറാണ്, വിജിലൻസിൻ്റെ മുൻ ഡയറക്ടറാണ് ശങ്കർ റെഡ്ഡി. ശങ്കർ റെഡ്ഡി വിജിലൻസ് ഡയറക്ടർ ആയിരിക്കെ ചെയ്ത കാര്യങ്ങൾ, അതായത് സുകേശിനെ സമ്മർദ്ദത്തിലാക്കി തിരുത്തിച്ചതാണ് എന്ന് അദ്ദേഹം തന്നെ പറയുമ്പോൾ, അങ്ങനെ ഒരു റിട്ടൺ കംപ്ലൈൻറ്റ് എഴുതിയ ഒരു പരാതി ഒരു വിജിലൻസ് കോടതി മുമ്പാകെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ ഇപ്പോഴത്തെ വിജിലൻസ് ഡയറക്ടറും ഒക്കെ അറിയുന്നുണ്ടാവണം. അറിയാതെ പറ്റില്ല. ഗവൺമെൻറ് അറിയുമോ ഇല്ലയോ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഗവൺമെൻറ് അറിയാൻ സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായി തീരുമാനമെടുക്കാനും അത് നടപ്പിലാക്കാനും ശേഷിയുണ്ട്. ആ വഴിക്ക് മാത്രമേ പോകാൻ സാധ്യത ഉള്ളൂ. പക്ഷേ അതിൻ്റെ തീർച്ചയായിട്ടും അതിൻ്റെ റിപ്പർക്കഷൻസ് ഭയങ്കരമായിരിക്കും. പോലീസിനകത്ത് 2 ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചേരിപ്പോരായിട്ട് ഇത് വളരാൻ സാധ്യതയുണ്ട്. പോലീസിനകത്ത് നേരത്തെ തന്നെ ഉൾപ്പിരിവുകൾ നിലവിലുണ്ട്. അത് ഒരു പുതിയ സംഘർഷം കൂടി രൂപപ്പെട്ട് വരികയല്ലേ എന്ന് സംശയിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയമായിട്ട് പറഞ്ഞാൽ KM മാണിയുടെ ദിവസങ്ങൾ വളരെ വിഷമത്തിലാവും, യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന് നേരത്തെ സംരക്ഷണ കവചം തീർത്തിരുന്ന UDF ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ല. ഇതുവരെയും UDF വളരെ ശക്തമായിട്ട് കോൺഗ്രസ് നേതാക്കന്മാരാരും KM മാണിക്കെതിരെ പ്രസ്താവനയുമായിട്ട് വന്നിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെ സംരക്ഷിച്ചു കൊണ്ടിരുന്ന UDF ഇപ്പോഴില്ല. തീർച്ചയായിട്ടും KM മാണി വളരെ അഗ്നിപരീക്ഷയെ നേരിടുന്ന ഒരു സാഹചര്യം എത്തിയിരിക്കുകയാണ് രാഷ്ട്രീയമായിട്ട്. ശ്രീ സുബ്രഹ്മണ്യൻ, ഇതിപ്പോൾ KM മാണി നിങ്ങളുടെ കൂടെയല്ല ഇപ്പോൾ നിൽക്കുന്നതെങ്കിൽ തന്നെയും ഇതിന് നിങ്ങൾ കൂടെ അദ്ദേഹത്തെ പിന്തുണക്കാൻ ബാധ്യസ്ഥരാണ്. എന്തുകൊണ്ടെന്നാൽ ശങ്കർ റെഡ്ഡി ആർക്ക് വേണ്ടിയാണ് ഇടപെട്ടത്? ഇത് സുകേശൻ പറയുന്നത് പ്രകാരം ശങ്കർ റെഡ്ഡിയുടെ നിർബന്ധം കൊണ്ട്, സമ്മർദ്ദം കൊണ്ടാണ് അദ്ദേഹം തെറ്റായ റിപ്പോർട്ട് കൊടുത്തത് എന്ന് കോടതിയിൽ പറഞ്ഞ വസ്തുതയാണെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് സ്വാഭാവികമായും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അടക്കമുള്ള ആളുകളായിരിക്കും. കോൺഗ്രസ് ഏത് നിലക്കാണ് KM മാണിയെ സംരക്ഷിക്കാൻ പോകുന്നത്? ഈ അന്വേഷണം സംബന്ധിച്ച ഏത് ഫൈൻഡിങ്സും, അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ച ഫൈൻഡിങ്സ് സമർപ്പിക്കാൻ ആര് സമ്മർദ്ദപ്പെടുത്തിയാലും വഴങ്ങാൻ ആ ഉദ്യോഗസ്ഥൻ ബാധ്യതയില്ല.
അദ്ദേഹത്തിന് സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള അധികാരമുള്ളപ്പോൾ എന്തിനാണ് ഇപ്പം അദ്ദേഹം ഒരു നാടകം പുതുതായി ഉണ്ടാക്കിയത് എന്ന് നമ്മൾ ആശങ്കിക്കുകയാണ്. കാരണം 2 വിജിലൻസ് ഡയറക്ടർമാരുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടന്നത്. ആദ്യം ശ്രീ വിൻസെൻ്റ് പോളിൻ്റെയും രണ്ടാമത് ശ്രീ ശങ്കർ റെഡ്ഡിയുടെയും. ഈ 2 പേരും കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന സത്യസന്ധരായ 2 വിജിലൻസ് ഡയറക്ടർമാരുടെ കീഴിൽ നടത്തിയ ഒരു അന്വേഷണങ്ങളെ ഒരേപോലെ ഫൈൻഡിങ്സ് കൊടുത്ത ഒരാൾ ഇപ്പം വന്ന് പറയാണ് ഞാൻ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത തന്നെ തകർക്കുന്ന നടപടിയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം അദ്ദേഹത്തെ ഒരു ഭീരുവായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഒരു വിജിലൻസ് ഡയറക്ടർ നിർദ്ദേശിച്ചാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ കേസിൽ അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സ് മാറ്റേണ്ട യാതൊരു സാഹചര്യവും ഇല്ല. അങ്ങനെ പതിവില്ല. അങ്ങനെ പതിവുള്ള ആളുകളെ അന്വേഷണ ഉദ്യോഗസ്ഥരായി നിയമിക്കാൻ പാടില്ലാത്ത സാഹചര്യമുള്ള ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ വീണ്ടും സമ്മർദ്ദഫലമായല്ലേ അദ്ദേഹം ഈ പുതിയ കേസ് കൊടുത്തത് എന്ന് സംശയിച്ചു പോയാൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ അപ്പോൾ തന്നെയും ശ്രീ സുബ്രഹ്മണ്യൻ, ആ കാലം ഓർമ്മയുണ്ടല്ലോ, UDF സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിന്റെ അന്വേഷണവുമായി നേരായ നിലക്ക് മുന്നോട്ട് പോകുന്നു എന്ന തോന്നലുണ്ടാക്കിയ ഡയറക്ടറെ ജേക്കബ് തോമസിനെ സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ് ചെയ്തത്, ഫയർഫോഴ്സിൽ കൊണ്ടുപോയിടുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിന് പിന്നിൽ സമ്മർദ്ദമുണ്ടായിരുന്നു എന്ന് അന്ന് തന്നെയും സുകേശന് ആളുകൾക്ക് മുമ്പാകെ പറയുകയും ചെയ്തതാണ്. അപ്പോൾ അതോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ ഇത് ഭീരുവായതുകൊണ്ടല്ല, മറ്റ് നിർവാഹമില്ലാത്തത് കൊണ്ട് എനിക്കങ്ങനെ എഴുതേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ജനം വിശ്വസിച്ചേക്കും. അങ്ങനെയല്ല, ഈ പറയുന്ന കാര്യം അദ്ദേഹത്തിന് അന്ന് പറയായിരുന്നല്ലോ. വിജിലൻസ് ഡയറക്ടർ എന്നെ സമ്മർദ്ദപ്പെടുത്തുന്നുണ്ട്, ഞാനതിന് വഴങ്ങുന്നില്ല എന്ന് പറയാനുള്ള ആർജവം അദ്ദേഹം കാണിക്കണ്ടേ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലക്ക്. ഇപ്പോഴല്ലല്ലോ, അന്ന് പറയാൻ തുറന്ന് പറയാൻ അദ്ദേഹത്തിന് അന്ന് സത്യസന്ധനായൊരു ഉദ്യോഗസ്ഥനായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് അന്ന് തുറന്ന് പറയാൻ സാധിക്കുമായിരുന്നു. ഇന്ന് പറയുന്ന ഇതേ രീതിയിൽ അദ്ദേഹം അന്ന് തുറന്നു പറഞ്ഞില്ല എന്നുള്ളത് തന്നെ അദ്ദേഹം ഭീരുവാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. പിന്നെ ഇപ്പോൾ ഈ വിജിലൻസ് ഡയറക്ടറുടെ കീഴിൽ ഇതിനേക്കാൾ കൂടുതലൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. കാരണം നിലവിലെ വിജിലൻസ് ഡയറക്ടർ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്? അദ്ദേഹം പ്രവർത്തിക്കേണ്ടത് 3 നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒന്ന് വിജിലൻസ് മാനുവൽ, രണ്ടാമത്തെ കേരളത്തിലെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, മൂന്നാമത്തത് അഴിമതി നിരോധന വകുപ്പ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്താണ്? മഞ്ഞക്കാടും ചുവപ്പ് കാർഡും പോക്കറ്റിലിട്ട് നടക്കുകയാണ്. ഇത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ അദ്ദേഹം പല ഓഫീസുകളിലും റെയ്ഡ് ചെയ്യാനും പരിശോധിക്കാനും ചെന്നിട്ട് പുറത്ത് കാണിക്കുന്നത് മഞ്ഞക്കാടാണ്. ഈ മഞ്ഞക്കാട്, ചുവപ്പ് കാർഡ് എന്നൊക്കെ പറയുന്ന ഈ സംവിധാനം വിജിലൻസിൻ്റെ ഏത് നിയമവ്യവസ്ഥയിൽ പെടുന്ന കാര്യങ്ങളാണ്? അദ്ദേഹം പരസ്യമായി പറയല്ലേ, പത്രസമ്മേളനം വിളിച്ചിട്ട് പോക്കറ്റിൽ നിന്ന് എടുക്കുകയാണ് ചുവന്ന കാർഡ്. അദ്ദേഹം പരസ്യമായി പത്രസമ്മേളനം വിളിച്ചിട്ട് മഞ്ഞക്കാട് എടുക്കുകയാണ്. നമ്മൾ ഫുട്ബോൾ ഗ്രൗണ്ടിലെ റഫറി കാണിക്കുന്നത് പോലെ അങ്ങനെ ഈ ചുവന്ന കാർഡും മഞ്ഞക്കാർഡും കാണിക്കാനുള്ള അധികാരം ഇദ്ദേഹത്തിന് എവിടുന്ന് കിട്ടി? അദ്ദേഹത്തിന് അങ്ങനെ ഒരു നിയമമുണ്ടോ? കേരളത്തിൽ വിജിലൻസ് മാനുവൽ അനുസരിച്ച് അങ്ങനെ മഞ്ഞക്കാർഡ് കാണിക്കേണ്ട കാര്യമുണ്ടോ? ചുവപ്പ് കാർഡുണ്ടോ? കേരളത്തിലെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് അങ്ങനെ കാണിക്കാൻ അധികാരമുണ്ടോ? തീർച്ചയായും അത് വസ്തുതയാണ്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഈ കേസിന്റെ കാര്യത്തിൽ ജേക്കബ് തോമസ് അദ്ദേഹത്തിന്റെ വഴിക്ക് നീങ്ങട്ടെ എന്ന നിലപാടുണ്ടാകണം ഈ സർക്കാരിന് എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ ആകുമല്ലോ അദ്ദേഹത്തിന് ഈ മഞ്ഞക്കാർഡും ചുവപ്പ് കാർഡും ഒക്കെ എടുത്ത് അഴിമതിക്കെതിരായിട്ട് അതിരൂക്ഷമായ ഇടപെടൽ ഞാൻ നടത്തുമെന്ന് വളരെ കാര്യമായി തന്നെ പറയാനാകുന്നു. അതുകൊണ്ട് ഈ സർക്കാരിന്റെ പിന്തുണയുണ്ട് എന്ന് തന്നെ വെക്കുക. അപ്പോൾ ഇത് പുനരന്വേഷിക്കപ്പെട്ടാൽ എന്ന് വെച്ചാൽ സുകേശൻ മാറി നിൽക്കുകയുമാണ്. അവിടെ പഴുതില്ല, ഞാനല്ല അന്വേഷിക്കുന്നത്, എന്നെ ചുമതല ഏൽപ്പിക്കരുതെന്ന് എഴുതി കൊടുത്തതിന് പ്രകാരം അദ്ദേഹം മറ്റൊരു ഉദ്യോഗസ്ഥനാണ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ഇതുവരെ വന്ന കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ പിന്തുണക്കേണ്ടുന്ന കാര്യമില്ല എന്ന് കോൺഗ്രസ് മാറി നിൽക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ തന്നെയും ഇനിയൊരു അന്വേഷണം കൃത്യമായി നടന്നാൽ KM മാണിക്ക് നേരെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് പിടിച്ച ദിവസങ്ങളായിരിക്കും വരാനുള്ളത് എന്ന് ഉള്ള നിരീക്ഷണത്തോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കും? KM മാണി സാറിന് ഇനിയുള്ള ഈ ദിവസങ്ങൾ ഒരു പരീക്ഷണത്തിന്റെ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് പിടിച്ച ദിവസമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഞാൻ ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇന്ന് എന്താ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് പറഞ്ഞത്? അദ്ദേഹം ഒരു മുൻ വൈരാഗ്യത്തോടു കൂടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രതിയോഗിയോട് പെരുമാറുന്നത് പോലെ സംസാരിക്കുന്നത് പോലെ ഇത് അദ്ദേഹം ജേക്കബ് തോമസ് ഇന്ന് പത്രസമ്മേളനം നടത്തി അദ്ദേഹം പറഞ്ഞത്. ഇപ്പോഴത്തെ വിജിലൻസ് കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷിയല്ല. 1. 2, അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു അന്വേഷണം ഞാൻ നടത്തും. എന്താണ് അദ്ദേഹത്തെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ച കാര്യം? നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും. ജേക്കബ് തോമസ് അദ്ദേഹം കണ്ണൂർ പോർട്ടിന്റെ ഡയറക്ടറായിരുന്ന സമയത്ത് അഴിമതി നടത്തിയെന്ന് കാണിച്ചുകൊണ്ട് സത്യൻ എന്ന ഒരാള് കൊടുത്ത പരാതിയിന്മേൽ അദ്ദേഹത്തിനെതിരെ ഫിനാൻസ് വിജിലൻസ് സെല്ല്
അന്വേഷിച്ച് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ആ ഫയലിൽ ബഹുമാനപ്പെട്ട കെ എം മാണി സാർ ഒപ്പിട്ടു എന്നൊരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബോധപൂർവമായ അല്ലെങ്കിൽ മനഃപൂർവ്വമായ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി അദ്ദേഹം ആ വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ പി സി ജോർജിനെ പോലുള്ള അല്ലെങ്കിൽ ആന്റണി രാജുവിനെ പോലുള്ള കെ എം മാണി സാറിനോട് വിദ്വേഷമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ പറയുന്നത് പോലെയാണ് ഇന്ന് ജേക്കബ് തോമസ് പറഞ്ഞത്. ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇന്ന് മിസ്റ്റർ സുകേശൻ അദ്ദേഹം മിനിങ്ങാന്ന് കേസ് കൊടുത്തു, ഇന്നലെ ഓർഡർ ഇട്ടു കോടതി. ഇന്ന് ആ കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിടുന്നതിന് മുമ്പ് തന്നെയാണ് ഇവിടെ പത്ര ചാനലുകൾ മുഴുവൻ ഈ വാർത്ത പ്രചരിപ്പിച്ചു. മാത്രമല്ല കോടതി ആ ഉത്തരവിട്ടപ്പോൾ പുനരന്വേഷണത്തിന് ഉത്തരവിട്ടു. ആ ഉത്തരവ് കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇതാ ബഹുമാനപ്പെട്ട ജേക്കബ് തോമസ് അദ്ദേഹം ഉത്തരവിട്ടിരിക്കുന്നു, അന്വേഷണ ഉദ്യോഗസ്ഥനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആരാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ? അതാണ് ഏറ്റവും വിചിത്രം. സുകേശന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ഡിവൈഎസ്പി ആണ് അന്വേഷണ ഉദ്യോഗസ്ഥനായി വെച്ചിരിക്കുന്നത്. ഇത്രയേറെ സെൻസേഷനായ ഒരു വിഷയം, ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഇത് മേലുദ്യോഗസ്ഥരുമായി ആലോചിച്ച് അല്ലെങ്കിൽ സുകേശനേക്കാൾ മുതിർന്ന അല്ലെങ്കിൽ സുകേശന്റെ മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥരെ അന്വേഷിക്കേണ്ടതിന് പകരം സുകേശന്റെ കീഴിലുള്ള ഒരു ഡിവൈഎസ്പിയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഈ കേസ് ഗൂഢാലോചനയാണ് എന്ന് തെളിയിക്കപ്പെടാൻ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് പൊതുസമൂഹത്തിന് മനസ്സിലാക്കുവാൻ മറ്റൊന്നും വേണ്ട. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ജേക്കബ് ജോർജ്, ജേക്കബ് തോമസ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വിദ്വേഷം മുൻനിർത്തി കളത്തിന് പുറത്തേക്കുള്ള കളിയുമായി മുന്നോട്ട് നീങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം അതിരുവിട്ട് കളിക്കുകയാണ് എന്ന ആക്ഷേപം തന്നെയാണ് സജി മഞ്ഞക്കടമ്പന് മുമ്പ് കെ എം മാണി തന്നെയും നേരത്തെ ഉയർത്തിയത്. ആ പോയിന്റ് നിലനിൽക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് എന്ന് വെച്ചാൽ ജേക്കബ് തോമസിന് പല വിധത്തിലുള്ള അഴിമതിക്കാരനാണ് കെ എം മാണി, ബാർ കോഴ കേസ് അഴിമതിയാണ്, വലിയ തോതിലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ട്, ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന മുൻവിധി കെ എം മാണിക്കെതിരായിട്ടുണ്ട്. അത് ശരിയോ തെറ്റോ, അങ്ങനെ ഒരു മുൻവിധി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഈ നിലക്ക് മുന്നോട്ട് പോകുന്നത് എത്രമേൽ മാണിയുടെ രാഷ്ട്രീയവാദത്തിന് ബലം നൽകുന്നതായിരിക്കും? ഒപ്പം ജേക്കബ് തോമസ് അങ്ങനെ കളം വിട്ട് കളിക്കുകയാണെങ്കിൽ പിണറായി വിജയന്റെ ഈ സർക്കാർ അദ്ദേഹത്തെ ആ നിലക്ക് തന്നെ വിടാനാണോ സാധ്യത? അല്ല, ജേക്കബ് തോമസ് നേരത്തെ ബാർക്കോഴ കേസ് അന്വേഷിച്ചപ്പോൾ വിജിലൻസിൻ്റെ വകുപ്പിൽ തന്നെ ഉണ്ടായിരുന്നു. വിജിലൻസിൽ തന്നെ അദ്ദേഹം പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരായിരുന്നു. വിൻസെൻ്റ് പോളിൻ്റെ താഴെ അദ്ദേഹം ഈ കേസിലെ പല ഫയലുകളും നേരിട്ട് കണ്ടതാണ്. പ്രത്യേകിച്ച് മാണിക്കെതിരെയുള്ള ഈ കേസ് അന്വേഷണത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും അദ്ദേഹത്തിന് കാണാമായിരുന്നു. വിജിലൻസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെന്ന നിലയ്ക്ക് അതെല്ലാം കാണാം. പക്ഷേ അത് അദ്ദേഹത്തെ എന്തുമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് കാര്യത്തെക്കുറിച്ച് നമുക്കറിയില്ല. ഒരു കാര്യം ശരിയാണ്, വിജിലൻസിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ആ ഉദ്യോഗസ്ഥൻ നിയമത്തിൻ്റെ വഴിക്ക് മാത്രമേ പോകാവൂ. അതിനകത്ത് രാഷ്ട്രീയം കലർത്താനോ രാഷ്ട്രീയ പരാമർശമുള്ള രാഷ്ട്രീയത്തിൻ്റെ നിഴലുള്ള പ്രസ്താവനകൾ അല്ലെങ്കിൽ ഒരാൾ അഴിമതിക്കാരനാണ് അല്ലെങ്കിൽ അല്ല എന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രസ്താവനകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അത് ശരിയുമല്ല, ശരിയായ നടപടിയുമല്ല. അദ്ദേഹം അത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്തിരിയുക തന്നെ വേണം. ഉത്തരവാദിത്തമുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ നിയമത്തെ അനുസരിക്കുന്ന, നിയമത്തെ പിന്താങ്ങുന്ന, നിയമത്തോടൊപ്പം നടക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന പേര് അദ്ദേഹം ആർജിക്കേണ്ടിയിരിക്കുന്നു. ചില വീഴ്ചകൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ജേക്കബ് തോമസ് ഒരു അഴിമതിക്കാരനാണെന്നോ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ആളാണെന്നോ കേരളത്തിൽ ഒരാൾ പോലും പറയില്ല. അദ്ദേഹത്തിന് സംശുദ്ധമായ ഒരു ഔദ്യോഗിക പാരമ്പര്യമുണ്ട്. ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. അദ്ദേഹം ഒരു സമ്മർദ്ദത്തിനും വഴങ്ങുന്ന ആളല്ല ജേക്കബ് തോമസ്. ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ജേക്കബ് തോമസിനെ നിയന്ത്രിക്കുമോ എന്ന് ചോദിച്ചാൽ ജേക്കബ് തോമസ് അങ്ങനെ നിയന്ത്രണത്തിലോ ആരുടെയെങ്കിലും നിയന്ത്രണത്തിന് കീഴ്പ്പെടുന്ന ആളല്ല എന്ന കാര്യം മറ്റാരെക്കാട്ടിലും നന്നായിട്ട് പിണറായി വിജയൻ അറിയാമല്ലോ. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ജേക്കബ് തോമസിനെ പോലെ കാർക്കശ്യക്കാരനായ ഒരു ഉദ്യോഗസ്ഥനെ വിജിലൻസിൻ്റെ തലപ്പത്ത് നിയമിച്ചത്. വിജിലൻസ് കഴിഞ്ഞ ഗവൺമെൻറ് ഓർക്കണം, വിൻസെൻ്റ് പോളിന് പകരം ജേക്കബ് തോമസിനെ പോലും അവിടെ നിന്ന് പോയി ഓടിച്ചു. എന്നിട്ട് പകരം ശങ്കർ റെഡ്ഡിയെ അവിടെ ഡയറക്ടറാക്കി. ശങ്കർ റെഡ്ഡിക്ക് അതിനുള്ള സീനിയോറിറ്റി ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അതാക്കി. മാണിയുടെക്കെതിരായ കേസ് ആദ്യം സുകേശൻ കൊടുത്ത റിപ്പോർട്ടിന് തിരിച്ച് ഒരു റിപ്പോർട്ട് സുകേശന് തന്നെ എഴുതേണ്ടി വന്നു എന്നുള്ള സാഹചര്യം. ഞാനതിനെക്കുറിച്ച് കമൻ്റൊന്നും പറയുന്നില്ല. പക്ഷേ മറിച്ച് ഈ ഗവൺമെൻറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ ജേക്കബ് തോമസിനെ തന്നെ വിജിലൻസ് ഡയറക്ടറാക്കി നിയമിച്ചത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും CPM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഒരു താല്പര്യം കൊണ്ട് തന്നെയാണ്. അത് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും എന്നാണ് എൻ്റെ ഒരു കണക്ക്. ഞാൻ വളരെ പെട്ടെന്ന് എല്ലാ അതിഥികളിലേക്കും തിരിച്ചു വരാം. ചെറിയ ഇടവേളയ്ക്ക്
ശ്രീ മുഹമ്മദ് റിയാസ്, ഈ സർക്കാരിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങൾ ഇപ്പോഴത്തെ കെ എം മാണിക്കെതിരായിട്ട് വന്ന് ഭവിച്ചിരിക്കുന്ന സംഭവങ്ങൾക്ക് പിന്നിലുണ്ടോ? ഒരിക്കലുമില്ല, അങ്ങനെ ആരും കരുതുന്നുമില്ല. ഇത് വിഷയം എനിക്ക് നേരത്തെ ചോദിച്ചപ്പോൾ സൗണ്ട് പ്രശ്നമുണ്ടായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് കെ എം മാണി ആരും ക്ഷണിച്ചിട്ടില്ല. അങ്ങനെ ഒരു പ്രചരണ ബോധപൂർവം വന്നിട്ടുണ്ട്. ആ പ്രചരണത്തെ കണക്ട് ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ വിഷയത്തെ കോർത്തിണക്കാനുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളത്. അത് ജനത്തിന് തിരിച്ചറിയാൻ പറ്റും. 2, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അന്ന് പറഞ്ഞത് ശരി വെക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള അട്ടിമറി, ഇടപെടൽ, ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, ഇത് വളരെ കൃത്യമായി ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അന്ന് ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ ഓരോന്നും ശരിവെക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഉദാഹരണമായി ഇതിനെ കാണാൻ വേണ്ടി സാധിക്കും. ഇത് വളരെ സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഈ അന്വേഷണത്തിൽ ഒരു വിജിലൻസ് തലവൻ തന്നെ ഇത്തരത്തിലൊരു അട്ടിമറിക്ക് നേതൃത്വം കൊടുക്കുവാൻ തയ്യാറാകുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ നേരത്തെ ആരോപണം വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. ഇതിനോടൊപ്പം ഇത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആദ്യ റിപ്പോർട്ടിനകത്തുള്ളത് പോലെയല്ല രണ്ടാമത്തെ റിപ്പോർട്ട്. ആദ്യ റിപ്പോർട്ട് സമയമെടുത്തിട്ടുള്ളതായിരുന്നു, രണ്ടാമത്തെ അത്രത്തോളം സമയം എടുത്തിട്ടില്ല. പക്ഷെ രണ്ടാമത്തെ റിപ്പോർട്ടിൽ എന്തുകൊണ്ട് ഇങ്ങനെ കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തത്. സനീഷ്, ഞാൻ അതിലേക്ക് ആവർത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഇതിനകത്തുള്ള എല്ലാവിധ ഇടപെടലെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ UDF ഭരണകാലത്ത് നടന്ന അഴിമതിക്കെതിരെയുള്ള ശക്തമായ പോരാട്ടം, ആ പോരാട്ടത്തിൽ ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് ഇപ്പോൾ വന്നിട്ടുള്ള കാര്യം. അവിടെ പക്ഷേ ഈ സുകേഷ്, ഒരേ അന്വേഷണ ഉദ്യോഗസ്ഥന് 2 തരം റിപ്പോർട്ടുകൾ. ഒന്ന് മാണിക്കെതിരായിട്ടുള്ള ആക്ഷേപങ്ങളുള്ളത്, രണ്ടാമത്തേത് മാണിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ളത്. ഇത് രണ്ടും നമുക്ക് മുന്നിലുണ്ട്. ആ സർക്കാരിൻ്റെ വിജിലൻസിന് റിപ്പോർട്ടുണ്ട്, അക്കാലത്ത് തെളിവില്ല, അദ്ദേഹത്തിനെതിരെ തെളിവൊന്നുമില്ല എന്ന റിപ്പോർട്ട് നമുക്ക് മുന്നിലുണ്ട്. ഇപ്പോൾ അതേ അന്വേഷണ ഉദ്യോഗസ്ഥൻ മൂന്നാമത് കോടതിയിൽ വന്ന് പറയുന്നു, അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മേൽനോട്ടം ഉണ്ടായിരുന്ന ശങ്കർ റെഡ്ഡിയുടെ സമ്മർദ്ദം കൊണ്ടാണ് താൻ ആ റിപ്പോർട്ട് നൽകിയത് എന്ന് വെച്ചാൽ 3 വ്യത്യസ്തങ്ങളായിട്ടുള്ള നിലപാടുകളുണ്ട്. ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തലയാണെങ്കിലും കെ എം മാണിയാണെങ്കിലും പ്രതികരിച്ച ആളുകൾ, ഉമ്മൻചാണ്ടിയാണെങ്കിലും പ്രതികരിച്ച ആളുകളെല്ലാം ഈ വൈരുദ്ധ്യങ്ങളിൽ, ആദ്യത്തേതും അവസാനത്തേതും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ നന്നായി ഊന്നി തന്നെയാണ് പറഞ്ഞത്. നിയമപരമായി കോടതിക്ക് മുന്നിൽ നിലനിൽക്കാൻ പോകുന്നൊരു പോയിന്റുമാണത്. ആ അർത്ഥത്തിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായി പറഞ്ഞ ഒരു ഭീരുവായി പ്രകടനം നടത്തിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മുഖവിലക്കെടുത്തുകൊണ്ട് ഇക്കാര്യങ്ങൾ വിശ്വസിക്കുക ജനങ്ങൾക്കും കോടതിക്കും രാഷ്ട്രീയ നേതൃത്വത്തിനും ഭൂഷണമായ കാര്യമാണോ ശ്രീ റിയാസ്? ഒന്ന്, ഈ വൈരുദ്ധ്യമുണ്ട് എന്ന് സനീഷ് പറഞ്ഞത് ന്യായമാണ്, സ്വാഭാവികമായും ഏതൊരാൾക്കും കരുതാവുന്ന കാര്യമാണ്. ഈ വൈരുദ്ധ്യത്തിൻ്റെ കാരണം എന്തെന്ന് ഏറ്റവും നന്നായി അറിയുന്ന ആളുകളുടെ പ്രതികരണം തന്നെ സനീഷ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ശ്രീ ഉമ്മൻചാണ്ടിക്കും ശ്രീ രമേശ് ചെന്നിത്തലക്കും ശ്രീ കെ എം മാണിക്കും ഉൾപ്പെടെ എന്തുകൊണ്ട് ഇങ്ങനെ വൈരുദ്ധ്യം വന്നു എന്നുള്ളത് ഏറ്റവും നന്നായി അറിയാവുന്നവരാണ്. അതൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരണം. ഇതുൾപ്പെടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി വളരെ കൃത്യമായി വരണം. UDFൻ്റെ ഭരണകാലത്ത് ശ്രീ സുകേശൻ എന്നല്ല ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ, ഇപ്പോൾ ഇവിടെ നേരത്തെ ആരോ ചർച്ചയിൽ പങ്കെടുത്ത് പറയുന്നത് ഞാൻ കേട്ടു, നിർഭയം ജോലി ചെയ്യാൻ തയ്യാറാകണമായിരുന്നു. അങ്ങനെ നിർഭയം, സത്യസന്ധമായി, നീതിപൂർവം UDFൻ്റെ ഭരണകാലത്ത് ജോലി ചെയ്യാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥരുടെ സ്ഥിതി എന്ത് എന്ന് ഞാനിപ്പോൾ പറയേണ്ടതില്ലല്ലോ. വളരെ ഗൗരവമായി കേരളത്തിലെ ജനങ്ങൾ ഇത് ചർച്ച ചെയ്തതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ്. നല്ല നിലയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ ശരിപ്പെടുത്തുകയും ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളത്. അത് നമുക്ക് മുമ്പിലുള്ള കാര്യമാണ്. അപ്പോൾ നീതിപൂർവ്വവും നിഷ്പക്ഷവുമായി നിർഭയവുമായി അന്വേഷണത്തിന് തയ്യാറാകുന്ന ഉദ്യോഗസ്ഥരുടെ ഗതി എന്ത് നമുക്കറിയാം. ഇവിടെ വന്നിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ എങ്ങനെയെന്നുൾപ്പെടെ അന്വേഷിക്കണം. അത് അന്വേഷിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാവും. പക്ഷേ ആദ്യ റിപ്പോർട്ടിനെടുത്ത സമയം, അത് വളരെ സമയമെടുത്ത് വളരെ ശാസ്ത്രീയമായി പരിശോധിച്ച് കണ്ടെത്തിയ ആദ്യ റിപ്പോർട്ടിനെടുത്ത സമയത്തിൻ്റെ 4/1 പോലും രണ്ടാമത്തെ റിപ്പോർട്ടിന് എടുത്തിട്ടില്ല. സനീഷ് ഒന്ന് പരിശോധിച്ചാൽ കാണാം, നമ്മൾ മുമ്പ് കുറേ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇതിന്നൊക്കെ തന്നെ രണ്ടാമത് കൊടുത്ത റിപ്പോർട്ട് സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ അത്ര വലിയ നിയമ ബിരുദാനന്ദ ബിരുദ യോഗ്യതകളൊന്നും വേണ്ടതില്ല. അതാണ് ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ആ വാദമാണ് ആ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്നത്. അത് വസ്തുതയാണല്ലോ എന്ന് നാട്ടുകാർക്ക് തോന്നുകയും ചെയ്യും. എന്തുകൊണ്ടാണ് സുകേശന് ആദ്യ റിപ്പോർട്ടിൽ സമയമെടുത്ത് തയ്യാറാക്കിയ, അന്വേഷണം നടത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ നിന്ന് മാറേണ്ടി വന്നത്? പിന്നീട് ഇങ്ങനെ കോടതിക്ക് മുമ്പാകെ സർക്കാർ മാറിയതിനു ശേഷം അപ്പോൾ വന്ന ധൈര്യവുമായി കോടതിക്ക് മുമ്പാകെ ഇക്കാര്യം പറയാൻ പറ്റിയത് എന്ന് ചോദിച്ചാൽ ഈ കേസിൻ്റെ നാൾ വഴികൾ അതിന് സാക്ഷ്യം നൽകും. ഏത് തരത്തിലാണ്? അതായത് ഈ കേസ് അന്വേഷണത്തിന് ചുമതലയിരിക്കെയാണ് ജേക്കബ് തോമസിനെ ഫയർഫോഴ്സിലേക്ക് മാറ്റിയത് എന്നതടക്കമുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ അവിടെയുണ്ട്. അമ്പിളി എന്നയാൾ ദൃക്സാക്ഷിയായിട്ടുണ്ട്.
മറ്റ് തെളിവുകളുണ്ട്. ബിജു രമേശ് അന്നും ഇന്നും ഒരേ കാര്യത്തിലാണ് ഉറച്ചു നിൽക്കുന്നത് പരാതിക്കാരൻ. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കാലത്ത് ഒരു ഉദ്യോഗസ്ഥനും ആ സർക്കാരിന് കീഴിൽ ധൈര്യത്തോടെ പ്രവർത്തിക്കാനാകുമായിരുന്നില്ല എന്ന രാഷ്ട്രീയവാദം മുഖവിലേക്ക് സ്വീകരിക്കപ്പെടുകയില്ലേ ശ്രീ സജി മഞ്ഞക്കടമ്പൻ? ഞാൻ പറയാം, അതിന് മറുപടി പറയാം. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ജേക്കബ് ജോർജ് സാർ നമ്മളോട് പറയുകയുണ്ടായി. അദ്ദേഹം എന്താ പറഞ്ഞത്? ഈ പറഞ്ഞ നമ്മുടെ ജേക്കബ് തോമസ് അദ്ദേഹം വളരെ സത്യസന്ധനും നീതിമാനുമായ ഒരു ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ 24/7/2014 വിജിലൻസ് ADGP ആയി ചുമതലയെടുത്തപ്പോൾ അന്നേരം അദ്ദേഹത്തിനെതിരെ ഞാൻ മുമ്പ് പറഞ്ഞ കേസ് നിലനിൽക്കുക. ആ കേസുകൾ അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥരെ വെച്ച് ആ കേസിൽ കഴമ്പില്ല എന്ന് പറഞ്ഞ് ഒരു ഡിപ്പാർട്ട്മെന്റിൽ എൻക്വയറി നടത്തി ആ കേസ് അവസാനിപ്പിച്ചയാളാ. അതിനുവേണ്ടിയാണ് അന്ന് അദ്ദേഹം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ADGP എന്ന് ചുമതല ചോദിച്ചു വാങ്ങിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അദ്ദേഹം വലിയ മാന്യനാണെന്നും ജേക്കബ് തോമസിനെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾക്ക് പക്ഷേ ഈ ദിവസങ്ങളിൽ വലിയ പിന്തുണ കിട്ടുകയില്ല ശ്രീ സജി മഞ്ഞക്കടമ്പൻ. UDFന്റെ ഭാഗത്തു നിന്നാണെങ്കിലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ജേക്കബ് തോമസിനെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾക്ക് പിന്തുണ കിട്ടുകയില്ലല്ലോ. ഇന്ന് ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയുമാണെങ്കിലും അക്കാര്യം പറഞ്ഞിട്ടേയില്ല. ഇത് യഥാർത്ഥമായ പച്ചയായ സത്യമാണ് ഞാൻ പറഞ്ഞത് പച്ചയായ ഒരു സത്യം ഞാൻ പറഞ്ഞു. പിന്തുണ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് വരും ദിവസങ്ങൾ നമുക്ക് കാണാം. കേരളത്തിലെ ജനങ്ങൾ അത് വിലയിരുത്തട്ടെ. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഈ സുകേശൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ കുറിച്ച് റിയാസ് പറഞ്ഞു. അദ്ദേഹം UDF ഗവൺമെന്റിന്റെ കീഴിൽ എങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ സത്യസന്ധമായ ജോലിയും? ഞാൻ ചോദിക്കട്ടെ, 3 മാസം കഴിഞ്ഞല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നിട്ട്. അതിനുശേഷം മാണി സാറിന്റെ ഈ കേസ് 2 തവണ കോടതിയിൽ പരിഗണിച്ചു. ആ കാലഘട്ടങ്ങളിലൊന്നും അല്ലെങ്കിൽ കഴിഞ്ഞ 3 മാസത്തിനിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ വളരെ സത്യസന്ധമായി അല്ലെങ്കിൽ നെഞ്ചും ഭരിച്ചു എന്ന് ജോലി ചെയ്യാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ എന്തുകൊണ്ട് ഇതുവരെയും ഈ വിഷയത്തെ സംബന്ധിച്ച് സുകേശൻ പരാതി കൊടുത്തില്ല? ഇതിപ്പോൾ 5-ാം തീയതി കേസ് പരിഗണിക്കാനിരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഇവിടെ ഒരു പരാതി ഉണ്ടാക്കിക്കൊണ്ട്, അതായത് മിനിങ്ങാന്ന് പരാതി കൊടുത്തു, ഇന്നലെ പരാതി കോടതി സ്വീകരിച്ചു. ഇന്ന് അത് കോടതി പരിഗണിക്കുന്നതിന് മുമ്പ്, അല്ലെ പുനരന്വേഷണത്തിന് ഉത്തരവിടുന്നതിന് മുമ്പ് തന്നെ അത് പത്രങ്ങളിൽ വന്നു. ഉത്തരവ് കയ്യിൽ പറ്റുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട ജേക്കബ് തോമസ് അദ്ദേഹം സുകേശന്റെ തന്നെ കീഴുദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നമുക്കറിയാം ഇത് വ്യക്തമായ ഗൂഢാലോചന ഇതിനകത്തുണ്ട്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക് ശ്രീ സജി മഞ്ഞക്കടമ്പൻ. ഇപ്പോൾ ശ്രീ PC ജോർജ് MLA അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ PC ജോർജ്, ഈ തുടരന്വേഷണം KM മാണിയെ പരിപൂർണമായി കുടുക്കും ബാർ കേസിൽ എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ പക്ഷം ഉന്നയിക്കുന്ന സുകേശന്റെ റിപ്പോർട്ടുകളിലുള്ള വൈരുദ്ധ്യമടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്ന വാദങ്ങളാണോ? ഒരു വൈരുദ്ധ്യം ഇല്ല, ഒന്നും നിലനിൽക്കുന്ന വാദവും ഇല്ല. ഇപ്പൊ ഒരു യുവ സുഹൃത്ത് മാണിക്ക് വേണ്ടി വർത്തമാനം പറയുന്നത് കേട്ടു. എനിക്ക് കേട്ടപ്പോൾ ചിരി വന്നു. രോഗി പഥ്യം തെറ്റിച്ച് അസുഖം കൂടിയിട്ട് വൈദ്യനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വൈദ്യന് മരുന്ന് കൊടുക്കാനല്ലേ പറ്റുള്ളൂ. രോഗി മരുന്ന് കുടിക്കാതെ പഥ്യം തെറ്റിച്ചോണ്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഈ കേസ്? KM മാണി 3 പ്രാവശ്യമായി ബാർ ഓണേഴ്സ് അസോസിയേഷനോട് 1 കോടി രൂപ കൈക്കൂലിയായി വാങ്ങി. ഇതാണ് പ്രശ്നം. അത് വേറെ ഒത്തിരി കേസുണ്ട്, ഇത് മാത്രം അങ്ങ് എടുക്കാം നമുക്ക്. അതിൽ ആദ്യത്തെ ഗഡു പാലായിലെ വീട്ടിൽ കൊണ്ട് കൊടുത്തു, 2ാമത്തെ ഗഡു തിരുവനന്തപുരത്ത് കൊണ്ട് കൊടുത്തു, 3ാമത്തെ ഗഡു ഇതാണ് തർക്കപ്രശ്നം. അപ്പൊ ഇതുമായി സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസിന്റെ സുകേശൻ എന്ന് പറയുന്ന SP തിരുവനന്തപുരം വിജിലൻസ് കോടതി കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് ഈ 2 കേസ് 3 തവണയായിട്ട് വാങ്ങി, അതിൽ 2ന്റെയും കറക്റ്റായ റിപ്പോർട്ടായി. അപ്പൊ കോടതി ഇത് പരിഗണിച്ചു. വിജിലൻസ് കോടതി തിരുവനന്തപുരം പരിഗണിച്ചപ്പോ 2 കേസിന് വ്യക്തമായ സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ തെളിവുണ്ടെന്ന് കോടതി പറഞ്ഞു. 3ാമത്തെ കേസിന് അന്വേഷണം നടത്തി കൂടുതൽ ഡീറ്റെയിൽസ് ആവശ്യമാണ്. അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള എവിഡൻസ് അതിനകത്ത് കാണുന്നില്ല. 3ാമത്തെ കേസിൽ 3ാമത്തെ കൈക്കൂലിക്ക് അത് പറഞ്ഞ് കോടതി കേസ് വിജിലൻസിനെ ഏൽപ്പിച്ചു. ആ വിജിലൻസിനെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ KM മാണി എന്ത് ചെയ്തു? ഞാൻ കൈക്കൂലിക്കാരനാണെന്ന് കൈക്കൂലി മേടിച്ചെന്ന് വിജിലൻസ് കോടതി പറഞ്ഞ തെറ്റാണ്, വിസ്താരം നടക്കാതെ കോടതി പറഞ്ഞു. അതുകൊണ്ട് ഈ ജഡ്ജിയുടെ പരാമർശം രേഖയിൽ നീക്കണമെന്ന് പറഞ്ഞ് കോടതി വിധി നിന്ന് മാറ്റണമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു. അപ്പോൾ ഹൈക്കോടതി ഫയൽ മുഴുവൻ വരുത്തി പരിശോധിച്ചു. സാക്ഷിമൊഴികളുടെയും അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രഖ്യാപിച്ചു ആ 2 പ്രാവശ്യം മാണി കാശ് വാങ്ങുന്നത് തെളിവുണ്ട്, അത് കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞത് 3ാമത് കൈക്കൂലി മേടിച്ചതിന്റെ വിജിലൻസ് ജഡ്ജി പറഞ്ഞതനുസരിച്ചത് ശരിയാണ്. അത് 2ാം തീയതിയാണോ 4ാം തീയതിയാണോ തീയതി കറക്റ്റായി കൺഫേം ചെയ്യുന്നില്ല. അതിന് വ്യക്തമായ എവിഡൻസോടുകൂടി കേസ് നിലനിൽക്കുന്നതാണെന്ന് പറഞ്ഞാണ് ഹൈക്കോടതി തള്ളിയത്. ഹൈക്കോടതി കേസ് വിജിലൻസിനെ ഏൽപ്പിച്ചു. ആ വിജിലൻസ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കോടതി കൊണ്ട് കൊടുത്തു. അയ്യോ,
ഞങ്ങളുടെ കെ എം മാണി മാന്യനും പരിശുദ്ധനുമാണ്, ഒരു കാശ് ഏറ്റെടുത്ത് മേടിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഒരു കോടതിയുടെ മുമ്പിലാണെന്ന് ഓർക്കണം. 2 തവണ മേടിച്ച കാശിന്റെ വ്യക്തമായ എവിഡൻസ് ഉണ്ടെന്ന് ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിയും ഹൈക്കോടതിയും വിധി പറഞ്ഞു കഴിഞ്ഞ് അതിനെതിരായിട്ട് ഒരു ശങ്കർ റെഡ്ഡി എന്ന് പറയുന്ന DGPയെ കൊണ്ട് ഊളത്തരം കാണിപ്പിച്ച് ജയിക്കാമെന്ന് ഉമ്മൻചാണ്ടിയും മാണിയും കണക്കാക്കിയ ശരിയാവൂ? അങ്ങനെയൊക്കെ ചെയ്യുമോ ശ്രീ PC ജോർജ്? ചെയ്തല്ലോ, വ്യക്തമായ തെളിവല്ലേ? ശങ്കർ റെഡ്ഡി ആ സ്ഥാനത്തിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ശരിക്കും വിശ്വസിക്കാവുന്നതാണോ? ശരിക്കും വിശ്വസിക്കും. ഞാൻ പറഞ്ഞുതരാം. ഉമ്മൻചാണ്ടി പറഞ്ഞാൽ എന്തും കേൾക്കുന്ന ഒരാളാണ് ശങ്കർ റെഡ്ഡി എന്ന് ആർക്കറിയില്ലാത്തത്? ആ ശങ്കർ റെഡ്ഡിയെ പഠിച്ച് വിജിലൻസ് ഡയറക്ടറുടെ പോസ്റ്റ് ചെയ്തത് എന്തിനാണ്? അത് തന്നെയല്ലല്ലോ, ആ ശങ്കർ റെഡ്ഡി ഇരുന്നുകൊണ്ട് ഞാനിപ്പോൾ പറയുമ്പോൾ തെളിവ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് മിണ്ടാത്തതാണ്. അന്ന് ADGP ആയിട്ടിരുന്ന ജേക്കബ് തോമസിനെ ഫയൽ കാണിക്കേണ്ടതില്ല. ആ നേരിട്ട് SP-ക്ക്, അതായത് എറണാകുളത്ത് കൊടുത്ത റിപ്പോർട്ടാണ്, ഓർഡർ കൊടുത്താണ്. ആ ഓർഡറിന്റെ കോപ്പി എൻ്റെ ഞാൻ ഇന്ന് മുഴുവൻ ഇവിടെ തപ്പി കിട്ടിയില്ല. മനസ്സിലായില്ലേ? അതുകൂടെ വന്നാൽ പിന്നെ ശങ്കർ റെഡ്ഡി ആരാന്ന് മനസ്സിലാകേനെ. അപ്പോ മാണി കൈക്കൂലി മേടിച്ചൊന്നും അറിയില്ലാത്ത ആരും കേരള സംസ്ഥാനത്തില്ല. എന്നെ 2 പ്രാവശ്യം സുകേശൻ വിസ്തരിച്ചതാ. എൻ്റെ അടുത്ത് വന്ന് ക്വസ്റ്റ്യൻ ചെയ്തതാണ്. ചോദ്യത്തിനെല്ലാം മാന്യമായി ഞാൻ ഉത്തരം പറഞ്ഞതാണ്. ആ എൻ്റെ ഉത്തരം മാത്രം മതിയില്ല മാണിയെ കുറ്റക്കാരനായിട്ട് ശിക്ഷിക്കാൻ. കുറ്റക്കാരനായിട്ട് നിരീക്ഷിക്കപ്പെടുമല്ലോ. അതാണ് ഞാൻ തിരിച്ചു വരാം. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, അതാണ് PC ജോർജ് അടക്കമുള്ള ആളുകൾ കൊടുത്ത തെളിവുകളുണ്ട്. അവിടെ 2 തവണ പണം വാങ്ങിച്ചതിനുള്ള തെളിവുകൾ കൃത്യമായി തന്നെ ഈ കൈവശമിരിക്കുകയാണ്. ജേക്കബ് തോമസ് അതിന്മേൽ ഒരു ആക്ഷൻ എടുത്താൽ കോടതിക്കും നാട്ടുകാർക്കും ബോധ്യമാകാവുന്ന സംഗതിയാണ്. KM മാണി കുടുങ്ങും ആത്യന്തികമായി. ഒന്നും കുടുങ്ങാൻ പോകുന്നില്ല. ബഹുമാനപ്പെട്ട PC ജോർജ് ഒന്ന് മനസ്സിലാക്കണം. അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട് KM മാണി സാറിനെ ന്യായീകരിച്ച് ചാനലിൽ നിന്ന് സംസാരിച്ചയാളാ. KM മാണി സാർ ഇങ്ങനെ ബിജു രമേശിന് പണം പറ്റിയിട്ടില്ല, ഇത് ബിജു രമേശ് വ്യാജമായി സൃഷ്ടിച്ച ഒരു കേസാണ് എന്ന് അദ്ദേഹം പറഞ്ഞതാ. ആ മനുഷ്യൻ ഇപ്പോ പെട്ടെന്ന് പറയുന്നു KM മാണി 2 പ്രാവശ്യം പണം വാങ്ങിയത്. ഇവിടെ എന്താ ഷാജു ഡോമിനിക്ക് എന്ന് പറയുന്ന പൊൻകുന്നത്തെ ബാറുടമ പാലായിൽ കൊണ്ടുപോയി മാണി സാറ് പണം കൊടുത്തു എന്ന് പറഞ്ഞു. പോലീസ് വിജിലൻസ് അന്വേഷിച്ചു. അവർ ശാസ്ത്രീയമായി അന്വേഷിച്ചപ്പോൾ ഷാജു ഡോമിനിക് എന്ന് പറഞ്ഞ ആള് അദ്ദേഹം അന്ന് പാലയിൽ എത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ മൊബൈല് അന്ന് പൂർണ്ണമായും പൊൻകുന്നം ടവറിന്റെ കീഴിലാണ് തെളിഞ്ഞിട്ടുണ്ട്. അതുപോലെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി പണം കൊടുത്തു. കണ്ടതാരാ? അമ്പിളി, ബിജു രമേശിന്റെ ഡ്രൈവർ. ആ ബിജു രമേശിന്റെ ഡ്രൈവർ മാണി സാറിന്റെ വീട്ടിൽ കൊണ്ടുപോയി പണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്നു കണ്ടു എന്ന് പറഞ്ഞ ദിവസം അമ്പിളിയുടെ മൊബൈൽ ടവർ ഈ തിരുവനന്തപുരത്ത് മാണി സാറിന്റെ വീടിന്റെ പരിധിയിലില്ല. പക്ഷെ അമ്പിളിയുടെ നുണപരിശോധനയിൽ KM മാണിക്കെതിരായിട്ടായിരുന്നു കാര്യങ്ങൾ വന്നത് അല്ലേ? അല്ല, നുണപരിശോധനാ റിപ്പോർട്ടൊന്നും ഇന്ന് കോടതി അംഗീകരിച്ചിട്ടുള്ളതല്ല. നുണപരിശോധന റിപ്പോർട്ട് അതിനെ ബേസ് ചെയ്ത് ഒരു കോടതിയും ഒരു വിധിയും പ്രസ്താവിച്ചിട്ടില്ല. ഒരു കാര്യം കൂടി പറയാം. PC ജോർജ് ഘോരഘോരം മാണി സാർ വലിയ കൊള്ളക്കാരനെന്ന് പറയുന്നു. അഴിമതി നിരോധന കമ്മീഷൻ ശിക്ഷിക്കപ്പെട്ടയാളാ PC ജോർജ്. ചെമ്മലവട്ടം സ്കൂളിലെ അധ്യാപക നിയമനത്തിൽ 25,000 രൂപ കൈക്കൂലി വാങ്ങി ഈ കേരളത്തിൽ ആദ്യമായി ഒരു MLA ശിക്ഷിക്കപ്പെട്ടയാളാണ് KM മാണി സാറിനെ കുറിച്ച് ഇപ്പം ഇവിടെ വലിയ കുറ്റം പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തായപ്പോൾ എന്നല്ല അദ്ദേഹം പറയാൻ പോകുന്ന കാര്യം. പുറത്തായപ്പോൾ എന്നല്ല ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ഈ വിഷയത്തിൽ ധാർമ്മികമായുള്ള പ്രതിഷേധം കൊണ്ടാണ് PC ജോർജ് ആ പാർട്ടി വിട്ട് പുറത്തിറങ്ങിയത്. അത് ആരോടെങ്കിലും പറയും ഇങ്ങനത്തെ ദൈവത്തെ ഓർത്ത് ഇങ്ങനെ നമ്മൾ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. എങ്ങനെയാ PC ജോർജ് പുറത്തായത്? PC ജോർജ് അദ്ദേഹം ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ചർച്ച നടത്തിയതൊക്കെ പറഞ്ഞ് അത് വലിയ പ്രകസനമൊക്കെ നടത്തി. അദ്ദേഹം ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ മുഴുവൻ അധിക്ഷേപിച്ചു. അദ്ദേഹം ഇവിടെ UDF-നെ തകർക്കാൻ ശ്രമിച്ചു. അത് ബോധ്യപ്പെട്ടപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിയും അല്ലെങ്കിൽ കേരള കോൺഗ്രസ് പാർട്ടിയും അദ്ദേഹത്തെ പുറത്താക്കുക ചെയ്തത്. അതാണ് ശ്രീ PC ജോർജ് ഇപ്പോൾ കുറച്ച് ക്ഷീണകാലമാണ് KM മാണിക്ക്. പക്ഷെ എന്ന് കരുതി അദ്ദേഹത്തിന് PC ജോർജ് എന്ന് കരുതി, ഞാൻ തിരിച്ചു വരാം ശ്രീ സജി മഞ്ഞക്കടമ്പൻ, എന്ന് കരുതി അദ്ദേഹത്തിന് മേൽ എല്ലാം കൊണ്ടുവന്ന് ഭാരമേൽപ്പിക്കരുത്. ഞാന് KM മാണി മുഖത്ത് കൊണ്ടൊന്നും ഏൽപ്പിക്കുന്നില്ല. വേറൊരു കാര്യമുണ്ട്. ചെമ്മലമറ്റ ഈ വർത്താനം പറയുമ്പോൾ വല്ലതും അറിഞ്ഞുകൊണ്ട് പറയണ്ടേ. ഞാൻ പ്രതിപക്ഷത്തിരിക്കുന്ന കാലത്ത് ചെമ്മലമറ്റ സ്കൂളിൽ ഒരു അധ്യാപകനോട് ഞാൻ കാശ് മേടിച്ചെന്ന് കേസില്ല. ആ കേസ് മാണി ഉണ്ടാക്കിയ കേസ് പറഞ്ഞിരിക്കുന്നു 25,000 രൂപ കൈക്കൂലി വാങ്ങി തിരികെ കൊടുത്തു, പലിശ കൊടുത്തില്ലെന്നാണ് കേസ്. കൈക്കൂലിക്ക് പലിശയുണ്ടോ? അത് 2 ജഡ്ജിമാർ, അന്ന് ജഡ്ജിമാർ ഞാനുമായിട്ട് കോടതി വെച്ച് ഞാൻ ജഡ്ജിമാരെ തന്തയ്ക്ക് വിളിച്ച പ്രശ്നം അതാണ്. അത് മനഃപൂർവ്വം എന്നിവയിലുണ്ട് കെട്ടിച്ചമച്ച കേസാണ്. നിയമസഭയിൽ ഒരു 150 പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ട്. നിയമസഭയിൽ നിന്ന് മുഴുവൻ പേര് എനിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കമ്മീഷനെ ആരും മൈൻഡ് ചെയ്തിരുന്നില്ല. അത് പറയണല്ലോ, അത് അറിഞ്ഞിരിക്കണമല്ലോ. ഞാൻ വൃത്തികളി ഒരുത്തം പറഞ്ഞാൽ അത് മുഴുവൻ സത്യമാണെന്ന് ഞാൻ വിചാരിക്കാനേ.
ആ നയനാർ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എന്നെ തോപ്പിച്ച് എൻ ജോസഫ് മന്ത്രിയായി. അദ്ദേഹം തന്നെ വളരെ വ്യക്തമായിട്ട് എൻ ജോസഫ് ഇരിക്കുന്ന ക്യാബിനറ്റ് നിയമസഭയ്ക്ക് ചർച്ച ചെയ്ത് കഴിഞ്ഞാണല്ലോ CPC ജോർജ്, നമുക്ക് ആ വിഷയത്തിൽ നിന്ന് മാറിപ്പോയാൽ എന്നാ പറയാം, അടുത്ത് പറയാം. അതായത് ഞാന് UDF ചീത്ത വിളിച്ച് ഇപ്പം പിന്നെ മാണിക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ, ഞാൻ വളരെ വ്യക്തമായി പാർട്ടി കമ്മിറ്റി വളരെ വിശദമായി പറഞ്ഞു. KM മാണിയുടെ നേരെ 2014 ഏപ്രിൽ 28 നേരിട്ട് പോയി ഈ കാര്യം സംസാരിക്കുകയും ഇത് മര്യാദകളായി പോയി എന്ന് പറയുകയും ചെയ്ത ആളാ ഞാൻ. എന്ന് മാത്രമല്ല, പാർട്ടി കമ്മിറ്റിയിലെ 22 പേരുള്ള കമ്മിറ്റി ഈ സജി മഞ്ഞക്കടമ്പൊന്നും ആ കമ്മിറ്റിക്കകത്തില്ല. ആ കമ്മിറ്റിക്കകത്തുള്ള ഏതെങ്കിലും ഒരുത്തരെ വിളിച്ച് ചർച്ച പങ്കെടുപ്പിക്കുക, അപ്പം മനസ്സിലാവും. ആ കമ്മിറ്റിക്കകത്ത് ഞാൻ വളരെ പച്ചയ്ക്ക് പറഞ്ഞു, ഇത് തെറ്റാണ്, ഇത് മോശമാണ്, കേരള കോൺഗ്രസ് നശിക്കാൻ പോവാണ്, കൈക്കൂലിയായി, അഴിമതിയായി, ഇത് ഒരു വിധത്തിലും രക്ഷപ്പെടുകയില്ലാത്ത നിലയിലേക്ക് നമ്മൾ പോവാണ്. ഒന്നെങ്കിൽ റബ്ബർ കർഷകന്റെ പ്രശ്നം, കസ്തൂരി രംഗം പ്രശ്നം, ഇതെല്ലാം കൂടെ കേരള ഒരൊറ്റ നിമിഷം PC ജോർജ്, എനിക്ക് സമയക്കുറവുള്ളതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. എന്ന് മാത്രമല്ല നമ്മൾ ഇക്കാര്യം നേരത്തെ പറയുകയും ചെയ്തിട്ടുള്ളതാണ്. ഒരൊറ്റ കാര്യം എനിക്ക് അറിയാനുള്ളത്, അതായത് ഈ ചർച്ച അവസാനിപ്പിക്കുന്ന നേരത്തെ, അതായത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പല ആളുകളും, പ്രത്യേകിച്ച് CPM-ലെ ഒരു വിഭാഗം നേതാക്കൾ അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കാം എന്ന തോന്നൽ പ്രകടിപ്പിച്ചിരുന്നല്ലോ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ. തീർച്ചയായും അത് KM മാണി അങ്ങോട്ട് വരികയില്ല എന്ന് ഉറപ്പായത് കൊണ്ടായിരിക്കുമോ ഇപ്പോൾ ഈ നീക്കം നടന്നിട്ടുണ്ടാവുക? അത് തെറ്റാ, അങ്ങനെ ഒരു ആരോടും ഉന്നയിക്കരുത്. ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാണിയെ കൂട്ടാൻ പറ്റില്ല എന്ന് അവർക്കറിയാം. അവര് പിന്നെ ചെയ്തത് എന്താന്ന് ചോദിച്ചാൽ, മാണി NDA ചേരാൻ പോവുകയാണെങ്കിൽ അത് വെറുതെ ഒരു ബൂസ്റ്റിംഗ് NDAക്ക് ഉണ്ടാക്കി കൊടുക്കുമെന്ന് സംശയം തോന്നിക്കൊണ്ട് മാണിയെ ഒന്ന് വഴിതിരിക്കാൻ വേണ്ടി നടത്തിയ പ്രസ്താവനയാണ്. അത് കോടിയേരി ബാലകൃഷ്ണൻ അത് പറയുകയും ദേശാഭിമാനി എഴുതുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ സഖാവ് പിണറായി വിജയൻ എന്താ പറഞ്ഞത്? അതല്ലേ ഫൈനൽ. അദ്ദേഹം പറഞ്ഞല്ലോ, ഞങ്ങൾ ജനകീയ പ്രക്ഷോഭണത്തിലൊക്കെ മാണി സഹകരിക്കുന്നു, ഞങ്ങൾക്ക് വിരോധമില്ല, അത് BJPയുടെ സംഘടനയായിട്ട് ഞങ്ങൾ സഹകരിക്കുന്നു. അതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? മാണിയെ കൂട്ടിക്കൊണ്ട് എങ്ങനെ CPM-ന് പോകാൻ കഴിയും? തീർച്ചയായും വളരെ നന്ദി ശ്രീ PC ജോർജ്. ശ്രീ ജേക്കബ് ജോർജ്, നമുക്ക് അവസാനമായി ഇനിയിപ്പോൾ അദ്ദേഹത്തിന് മുന്നിലുള്ള വഴി, അതായത് ഈ കേസ് കുറച്ചുകൂടെ കാർക്കശ്യത്തോടു കൂടി കുരുക്ക് ആവുകയാണ് അദ്ദേഹത്തിനെങ്കിൽ, UDF വിട്ടുകഴിഞ്ഞു, ഇടതുപക്ഷത്തിലേക്ക് പോകാൻ പറ്റുകയില്ല, ഈ സർക്കാരാണ് വിജിലൻസിനെ നിയമിച്ചിരിക്കുന്നത്, ഈ പറയുന്ന തരത്തിലുള്ള സൗമനസ്യമൊന്നും കിട്ടാൻ സാധ്യതയില്ല എന്ന് വന്നാൽ, രാഷ്ട്രീയമായി നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തിരിക്കുന്ന ആ വഴിയിലേക്ക് അദ്ദേഹം പോകുമോ? BJPക്കൊപ്പം NDAക്കൊപ്പം പോകുമോ? വെള്ളാപ്പള്ളി നടേശന്റെ പാതയിലേക്ക് അദ്ദേഹത്തിന് പോകേണ്ടി വരുമോ? അല്ല, മാണി ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹം ഒരു അൺടച്ചബിളായിട്ട് മാറാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. കാരണം ഈ കേസിൽ നിന്ന് തലയൂരി കൊണ്ടുവരണം. ഞാനൊരു കാര്യം പറയട്ടെ, സജി മഞ്ഞക്കടമ്പൻ പറഞ്ഞുവല്ലോ, സുകേശൻ്റെ മുമ്പിൽ എന്തായിരുന്നു പോംവഴി? അദ്ദേഹം ഈ കേസ് വീണ്ടും വിജിലൻസ് കോടതി എടുക്കുമ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ 2 വഴിയാണുള്ളത്. ഒന്ന്, ഞാൻ രണ്ടാമത് കൊടുത്ത റിപ്പോർട്ട് ശരിയാണ് എന്ന് പറഞ്ഞ് നിൽക്കുക. പക്ഷേ കോടതി തള്ളിയാലോ? തള്ളാനാണ് സാധ്യത കൂടുതൽ. PC ജോർജ് വിവരിച്ചുവല്ലോ കാര്യങ്ങളെല്ലാം. അത് തള്ളിക്കളഞ്ഞാൽ സ്വാഭാവികമായിട്ടും വിജിലൻസ് തന്നെ അന്വേഷിക്കും. ജേക്കബ് തോമസിനുള്ള നേതൃത്വത്തിലുള്ള വിജിലൻസ് അന്വേഷിക്കുമ്പോൾ സുകേശൻ തന്നെ ആദ്യം കൊണ്ടുവന്ന രേഖകളും തെളിവുകളും ഒക്കെ എടുത്തായിരിക്കും അടുത്ത റിപ്പോർട്ട് കൊണ്ടുവരിക. അപ്പോൾ സുകേശന് എന്ത് പറ്റും? സുകേശന് ഇതല്ലാതെ അദ്ദേഹത്തിൻ്റെ മുഖം രക്ഷിക്കാനും അദ്ദേഹത്തിൻ്റെ നിലപാട് ശരിയാണ് എന്ന് വരുത്താനും അദ്ദേഹത്തിൻ്റെ സ്വന്തം മനസ്സാക്ഷിയുടെ ഉത്തരം പറയാനും ഇതല്ലാതെ സുകേശിന് വേറെ വഴിയുണ്ടായിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. അതിന് ജേക്കബ് തോമസ് സഹായം ചെയ്തു. KM മാണിക്ക് ഏറ്റവും പ്രയാസമുണ്ടാക്കാവുന്ന കാര്യം, അദ്ദേഹത്തിന് യോജിപ്പുള്ള ഒരു ഗവൺമെൻറ് അല്ല ഇപ്പോൾ തലപ്പത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലാണ് വിജിലൻസ് കഴിയുന്നത്. സ്വാഭാവികമായിട്ടും അനുകൂലമായ കാര്യങ്ങൾ, നിലപാടുകൾ ഒന്നും ഒരിടത്തും ഉണ്ടാവാനില്ല. UDF മുഖം തിരിച്ചു നിൽക്കും. അതെങ്ങനെ കൈകാര്യം ചെയ്യും രാഷ്ട്രീയമായി എന്നുള്ളതാണ് KM മാണിയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ചോദ്യം. വളരെ നന്ദി ശ്രീ ജേക്കബ് ജോർജ്. ശ്രീ N സുബ്രഹ്മണ്യൻ, അദ്ദേഹത്തിൻ്റെ ഭീരുത്വമല്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് അദ്ദേഹം നിന്നത്. ഇപ്പോൾ പക്ഷേ അദ്ദേഹത്തിന് ധൈര്യമുണ്ട്. ഒരുപക്ഷെ ഇടതുപക്ഷത്തിലെ നേതാക്കൾ അദ്ദേഹത്തിന് ധൈര്യം കൊടുത്തിട്ടുമുണ്ടാകാം. അതുകൊണ്ട് KM മാണി വീഴും, നിങ്ങൾക്ക് സങ്കടമൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ തന്നെയും അതാണ് സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടക്കട്ടെ, നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. നേരത്തെ രമേശ് ചെന്നിത്തല ഒരു ഘട്ടത്തിലും അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, വിജിലൻസ് വകുപ്പിൻ്റെയോ പോലീസിൻ്റെയോ ഒരു ഇടപെടലുകളും ഒരു അന്വേഷണത്തിലും ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലക്ക് ഞാൻ ഇടപെടില്ല എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മാണിയുടെ തന്നെ പരാതി അതാണല്ലോ. KM മാണിയുടെ തന്നെ പരാതി എന്താണ്? വിജിലൻസ് ഈ അന്വേഷണ കാലത്ത് രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ സഹായിച്ചില്ല എന്നാണല്ലോ. ഭാഗ്യാന്തരം സഹായിക്കാൻ പറ്റാത്ത വിധം പഴുതുകളില്ലാത്ത കേസാണിത്. അതായത് ഇദ്ദേഹം അഴിമതി നടത്തിയിട്ടുണ്ടെന്ന കാര്യം വസ്തുതയായതുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഇനി ആഗ്രഹിച്ചാൽ തന്നെയും സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, അദ്ദേഹം സഹായിച്ചിട്ടില്ല എന്നുള്ള പരാതിയാണല്ലോ. സഹായിക്കാൻ പറ്റാത്തത് ഇത്
കൃത്യമായി അദ്ദേഹം കോഴ വാങ്ങിച്ചുകൊണ്ട് എന്നതിന് തെളിവുള്ളത് കൊണ്ടായിരിക്കണമെന്നില്ല അല്ലേ? അല്ല, വീണ്ടും അന്വേഷിക്കാൻ പോവല്ലേ? അന്വേഷിക്കട്ടെ. അദ്ദേഹം നിരപരാധിയാണെങ്കിൽ പുറത്തു വരട്ടെ, അപരാധിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. അതിലൊന്നും ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു പരാതിയോ യാതൊരു വിഷമോ ഇല്ല. അത് അന്വേഷിക്കണം. നേരത്തെ റിയാസ് പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. കോൺഗ്രസിൻ്റെ കീഴിൽ അല്ലെ UDFൻ്റെ കീഴിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ സത്യസന്ധമായി ജോലി ചെയ്യാൻ സാധിക്കുന്നു, അവരുടെ കാര്യത്തിൽ കഴിയില്ലെന്നും അവരുടെ കാലത്ത് സാധിക്കും എന്ന് പറയുന്നത് നിയാസിനെ പോലുള്ള ആളുകൾ പറയുമ്പോൾ, റിയാസിനെ പോലുള്ള ആളുകൾ പറയുമ്പോൾ ആശ്ചര്യം തോന്നുകയാണ്. കാരണം നേരത്തെ പല കേസുകളുടെയും അന്വേഷണ ഘട്ടങ്ങളിൽ പരസ്യമായി വെല്ലുവിളിക്കുകയും തടയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ആളുകൾ ആരൊക്കെയാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. ഇവിടെ സുകേശനെ സംബന്ധിച്ച് സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നുവെങ്കിൽ അദ്ദേഹം ആര് പറഞ്ഞാലും, അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലക്ക് ആര് പറഞ്ഞാലും അതിന് വശംവദനാകേണ്ട കാര്യമില്ല. സത്യസന്ധമായി റിപ്പോർട്ട് കൊടുക്കാൻ ബാധ്യസ്ഥനായിരുന്നു. അങ്ങനെ കൊടുത്തില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഭീരുത്വത്തെയാണ് തുറന്നു കാണിക്കുന്നത് എന്ന് അടിവരയിട്ട് പറയാൻ ഞാനിവിടെ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ശ്രീ മുഹമ്മദ് റിയാസ്, ഈ സർക്കാരിൻ്റെ കാലത്താണ് അതിശക്തമായ നടപടികളിലേക്ക് സ്വാഭാവികമായും പോകേണ്ടി വരുമെന്ന് പറയുന്നു. ജേക്കബ് തോമസ് നല്ല സന്തോഷത്തിലാണ് പ്രതികരിക്കുന്നതായിട്ടൊക്കെ കാണുന്നത്. അദ്ദേഹത്തിന് ചില കാര്യങ്ങളിൽ നല്ല ഇതിൻ്റെ കേസിൻ്റെ രേഖകളും തെളിവുകളും ഒക്കെ കണ്ട ആളുകളുമാണ്. എന്ന് വെച്ചാൽ KM മാണിക്ക് വലിയ ദുഃഖകരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നതെന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഈ അവസ്ഥയിലേക്ക് പോകുമെന്ന് പൂർണ്ണമായ അറിവുണ്ടായിരിക്കെ തന്നെ CPIയുടെയും VS അച്യുതാനന്ദൻ്റെയും എതിർപ്പ് സമ്പാദിക്കത്തക്ക വിധത്തിൽ അദ്ദേഹത്തിന് ഒരു സൗമനസ്യം നിറഞ്ഞ കൈനീട്ടാൻ എന്തായിരുന്നു കാരണം? അതൊരു രാഷ്ട്രീയമായ പിശകായി പോയില്ലേ CPMൻ്റെ? അല്ല, അത് സനീഷേ നമ്മളൊരു സാങ്കല്പികമായ ചോദ്യമാണ്. അതിന് ഉത്തരം പറയേണ്ടതില്ല. നമ്മളെ നിലപാടിൽ ക്ലിയർ കട്ടാണ്. അത് പറഞ്ഞിട്ടുമുണ്ട്. അത് ഞാൻ തുടക്കത്തിൽ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാനത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ശ്രീ KM മാണിയെ ആരും ക്ഷണിച്ചിട്ടില്ല. അത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ചില പ്രചരണങ്ങൾ വളരെ ബോധപൂർവം നടന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞുകൊണ്ട് വീണ്ടും പറയുന്നില്ല. പക്ഷേ ഇവിടെ ശ്രീ സുബ്രഹ്മണ്യൻ സൂചിപ്പിച്ചൊരു കാര്യം, ആ കാര്യത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ പറയട്ടെ. നിങ്ങളുടെ ഭരണകാലത്ത് IAS IPS മുതൽക്കും കൊണ്ട് താഴോട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ പരസ്യ പോര് നടത്തി. മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കന്മാരും പരസ്യമായി ഞങ്ങളെ ഭീഷണിപ്പെടുത്തി തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ സമയക്കുറവ് ഞാൻ പറയുന്നില്ല, നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്ത് ഇപ്പോൾ ഇവിടെ കൂട്ടിലിട്ട തത്ത CBIയെ കുറിച്ച് സുപ്രീം കോടതി പരാമർശിച്ച കാര്യമാണ്. CBI ഈസ് എ പാരറ്റ് ഇൻ എ കേജ്. കൂട്ടിലിട്ട തത്തയല്ല എന്ന് പറയുമ്പോൾ സ്വതന്ത്ര സ്വഭാവം വേണമെന്നാണ് അർത്ഥം. വിജിലൻസിനെ ഇവിടെ സ്വതന്ത്ര സ്വഭാവമുള്ളതാക്കി മാറ്റി തീർക്കാൻ ഞങ്ങളുടെ നയം, നിലപാട്, പോലീസ് ആയാലും വിജിലൻസ് ആയാലും സ്വതന്ത്രമായി പോകട്ടെ എന്നുള്ള നിലപാട്, ആ നിലപാട് ശരിവെക്കുന്ന കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് അംഗീകാരം കിട്ടുന്നുണ്ട്. അതിൽ നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമില്ല. ഇവിടെ സന്തോഷിക്കപ്പെടുന്നത് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനല്ല. ഇവിടെ സന്തോഷിക്കുന്നത് കേരളത്തിലെ ജനങ്ങളാണ്. അഴിമതി വിരുദ്ധ മനസ്സാണ്. വിജിലൻസ് പോലുള്ള സംവിധാനങ്ങൾ സ്വതന്ത്രമായി മുഖം നോക്കാതെ, ഏത് മുന്നണി ആയിക്കോട്ടെ, ഏത് നേതാവായിക്കോട്ടെ, മുഖം നോക്കാതെ നിലപാട് കൈക്കൊള്ളുമെന്നുള്ള ഒരു ഫീലിംഗ് ജനങ്ങൾക്ക് സൃഷ്ടിക്കാൻ ഈ ചുരുങ്ങിയ കാലം കൊണ്ട്. വളരെ നന്ദി ശ്രീ റിയാസ്. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, താങ്കൾക്ക് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം, സമയക്കുറവുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട KPCC സെക്രട്ടറി സുബ്രഹ്മണ്യോട് പറയുകയുണ്ടായി, ഇവിടെ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല ഒരു ഘട്ടത്തിൽ അവിടെ വിട്ടിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിനെതിരെ ആക്ഷേപം ഉണ്ടായല്ലോ. ബിജു രമേശ് പറഞ്ഞല്ലോ, രമേശ് ചെന്നിത്തല പണം കൊടുത്തു, ബാബുവിന് പണം കൊടുത്തു, VS ശിവകുമാർ പണം കൊടുത്തു, ഈ വിഷയങ്ങളിലൊക്കെ ഇടപെട്ടില്ലെന്നാണോ പറയുന്നത്? ഞാൻ ചോദിക്കുന്നത്, എങ്ങനെ 4 മന്ത്രിമാർക്കെതിരെ ആക്ഷേപം ഉണ്ടായി, അതിൽ ഒരു മന്ത്രിക്കെതിരെ മാത്രം കേസെടുത്തു, ആ മന്ത്രിയെ മാത്രം രാജിവെപ്പിച്ചു, ആ ബഹുമാനപ്പെട്ട മാണി സാറിനെ ബോധപൂർവം ഇതിനകത്ത് കൊടുക്കാൻ ബിജു രമേശ് അടക്കമുള്ള, സുകേഷ് അടക്കമുള്ള കോൺഗ്രസിലെ ചില ഉന്നത നേതാക്കന്മാർ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. തീർച്ചയായും ഞാൻ ഇടപെടുകയാണ് ശ്രീ സജി മഞ്ഞക്കടമ്പൻ. സമയക്കുറവുകൊണ്ടാണ്. പല ആംഗിളുകളുള്ള രാഷ്ട്രീയ സംഭവ വികാസമാണ് സ്വാഭാവികമായും ബാർ കേസുമായി ബന്ധപ്പെട്ടത്. അതിനകത്ത് ഈ പറയുന്ന പോലെ മുന്നണികൾക്കകത്തല്ലാതെ നിൽക്കുന്ന KM മാണി, അദ്ദേഹത്തിന്റെ പാർട്ടി എന്താണ് ചെയ്യുക എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. വളരെ നന്ദി ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ശ്രീ മുഹമ്മദ് റിയാസ്, ശ്രീ N സുബ്രഹ്മണ്യൻ, ശ്രീ ജേക്കബ് ജോർജ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിനൊപ്പം ടെലിഫോണിലെത്തിയ ശ്രീ PC ജോർജിന് നന്ദി. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി MIT മൂസ കാണാം. നമസ്കാരം.